ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇതിനായി ഞാൻ 350 ഗ്രാം റൈസ് എടുത്തിട്ടുണ്ട്. ചെറിയ റൈസാണ്, കൈമ റൈസ്. പിന്നെ ഒരു 8 പീസ് ചിക്കൻ, പിന്നെ ഒരു സവാള, ഒരു ചെറിയ പീസ് ക്യാരറ്റൊന്നും നിർബന്ധമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, എരിവിന് ആവശ്യം പച്ചമുളക്. നമ്മൾ മുളക് പൊടി അങ്ങനെ അധികം ചേർക്കുന്നില്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇത്ര സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കുക്കറിലാണ് റെഡിയാക്കുന്നത്. കുക്കറിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നെയ്ച്ചോറിനൊക്കെ പോലെ മസാലകൾ, പട്ട, ഏലക്ക, ഗ്രാമ്പു, ജീരകം അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ മസാല പാക്കറ്റ് നോക്കിയപ്പോഴേക്കും അതിൽ കുറച്ച് ക്യാഷ് ഉണ്ടായി, അതുകൊണ്ട് ഇട്ട് കൊടുത്താണ്. ഇതൊന്നും നിർബന്ധമൊന്നുള്ള കാര്യമല്ല കേട്ടോ. നമുക്ക് ഇതൊന്ന് മസാല എണ്ണയിലൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കൂടി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവണമെന്നില്ല. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിതിൽ ഉപ്പും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും ഇട്ടാണ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സവാള ഒന്ന് വഴഞ്ഞ ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ചിക്കൻ ആ എണ്ണയിൽ ഓയിലിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. മുളക് പൊടി നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ആദ്യം തന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് അതിന് ശേഷം അരി അളന്ന് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും കൂടി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി അതിലിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്ക് ഇത് സിമ്മിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു വിസിൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആണെങ്കിൽ ഒരു 2 വിസിൽ കേൾക്കുന്നവരെ കുക്കർ വെക്കുക. അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമുക്ക് രാവിലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതൊന്നുമല്ല. ഞാൻ പൊതുവെ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. പിന്നെ ചൂടധികം പോയാലും അങ്ങനെ ഒരുപാട് നെയ്യും സംഭവങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. ലഞ്ച് ബോക്സ് ഉച്ച സമയമാകുമ്പോൾ ചൂടാറിയാലും പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികളായിട്ടും നമുക്ക് ഇനി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.